അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, തേൻമൊഴിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം, നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി, നന്മയുടെ വഴി. എല്ലാവർക്കും സുഖമല്ലേ? നമുക്കൊരു കഥ പറഞ്ഞു തുടങ്ങിയാലോ? ഒരിക്കൽ 3 പേർ ഒരു യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ നേരം കുറേ വൈകി. അങ്ങനെ അവർക്ക് വിശ്രമിക്കാനൊരു സ്ഥലം, കിടക്കാനൊരു സ്ഥലം കിട്ടിയില്ല. അപ്പോൾ അവരൊരു ഗുഹയിൽ കയറി ഉറങ്ങി. അവർ വിശ്രമിച്ചു. അങ്ങനെ ഗുഹയിൽ കയറിയ സമയത്ത് അവരുടെ ഗുഹയുടെ മുമ്പിൽ ഒരു വലിയ പാറക്കല്ല് വന്ന് വീണു. അഥവാ അവർക്ക് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം. അങ്ങനെ ആ അവസ്ഥയിൽ നമ്മളെന്താണ് ചെയ്യുക? അതെ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, അല്ലേ? അതേപോലെ അവരെന്താക്കി? അവർ 3 പേരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ 3 പേരും അവർ ചെയ്ത നന്മകൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് എന്താക്കി? പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ആദ്യത്തെ ആൾ അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഗുഹയിൽ മുമ്പിലുള്ള പാറക്കൽ എന്തായി? കുറച്ച് നീങ്ങി. പക്ഷെ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. അങ്ങനെ രണ്ടാമത്തെ ആളും പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട്. ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത നല്ല പ്രവൃത്തി മുൻനിർത്തിക്കൊണ്ട്, അദ്ദേഹം ചെയ്ത നല്ല പ്രവൃത്തി പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ കുറച്ചുകൂടി നീങ്ങി. പക്ഷെ അവർക്ക് പുറത്ത് കടക്കാൻ കഴിയുന്നില്ല. അങ്ങനെ മൂന്നാമത്തെ ആൾ പ്രാർത്ഥിക്കുകയാണ്. മൂന്നാമത്തെ ആൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നല്ല കാര്യം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ആ കാര്യം എന്നറിയുമോ? അദ്ദേഹം പറയുകയാണ് അള്ളാഹുവിനോട്, അള്ളാഹുവേ, എനിക്ക് പ്രായമുള്ള ഉപ്പയും ഉമ്മയുണ്ട്. അവരെ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. അവർക്ക് വേണ്ടി ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. അവരെ അനുസരിക്കുന്നു. അവർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാനാണ് അവർക്ക് ഫുഡ് കൊടുക്കാറ്. ഞാൻ അവർക്കാണ് ആദ്യം ഫുഡ് കൊടുക്കാറ്. അങ്ങനെ എല്ലാ ദിവസവും അവർക്ക് ഞാൻ ഫുഡ് കൊടുക്കാറുണ്ട്, ഭക്ഷണം കൊടുക്കാറുണ്ട്. പക്ഷേ ഒരു ദിവസം എനിക്ക് ചില ആവശ്യങ്ങളായി പുറത്ത് പോകേണ്ടി വന്നു. കുറച്ച് വൈകിയാണ് ഞാൻ വീട്ടിലെത്തിയത്. അങ്ങനെ അവർക്ക് ഫുഡ് കൊടുക്കാൻ നേരത്ത് അവർ ഉറങ്ങിപ്പോയിരുന്നു. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, ഞാൻ അവരുടെ ഫുഡ് എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് ഞാൻ അവരെ കാത്തിരിക്കുകയായിരുന്നു. കാരണം അവരെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കുക എന്നുള്ളത് എനിക്ക് സാധിച്ചില്ല. എന്നാൽ അവർക്ക് ഫുഡ് കൊടുക്കാതെ എനിക്ക് കിടക്കുക എന്നുള്ളതോ അതും എനിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം എന്താക്കി? ഒരു പാത്രത്തിൽ അവർക്കുള്ള ഫുഡുമായി ഇങ്ങനെ കാത്തിരിക്കുകയാണ്, അവർ ഉണരുന്നത് വരെ. അങ്ങനെ അവർ എഴുന്നേറ്റ ശേഷം അവർക്കുള്ള ഫുഡ് ഞാൻ കൊടുത്തു. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത നന്മകൾ, മാതാപിതാക്കളെ അനുസരിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. എന്താണ് സുഹൃത്തുക്കളെ? അതുകൊണ്ട് ആ പാറക്കല്ല് അവിടുന്ന് നീങ്ങുകയാണ്. ഫുള്ളായിട്ട് നീങ്ങി അവരങ്ങനെ വിശ്രമം കഴിഞ്ഞ് പുറത്തു പോവുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, നമ്മളെന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉപ്പയും ഉമ്മയും നമുക്ക് വേണ്ടി അങ്ങേയറ്റം കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവരെ നമ്മളെന്താക്കണം? സ്നേഹിക്കണം. അള്ളാഹു നബിയും കഴിഞ്ഞാൽ എന്താണ്? അവരെയാണ് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. അവർക്ക് വേണ്ടി നാം കൂടുതൽ നന്മ ചെയ്യണം. അവരെ അനുസരിക്കണം. അവർ പറയുന്നത് കേൾക്കണം. അവരുടെ മുമ്പിൽ എന്താക്കരുത്? നമ്മൾ ശബ്ദത്തിൽ സംസാരിക്കാൻ പാടില്ല. ചില ആൾക്കാരുണ്ട് ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കുന്നത്. അവരെന്തെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് തിരിച്ച് തർക്കുത്തരം പറയുക. അങ്ങനൊന്നും ചെയ്യരുത്. കാരണം അവരെന്താക്കിയിട്ടുണ്ട്? കുറേ കാലം അവരുടെ വയറ്റിൽ കൊണ്ട് നടന്ന് നമ്മളെ പ്രസവിച്ച് അത്രയും വേദന സഹിച്ചാണ് അവരെന്താക്കിയത്? നമ്മളെ വളർത്തിയിട്ടുള്ളത്. നമ്മളെ ഇങ്ങനെ ഈ നിലയിലെത്തിച്ച് ഇങ്ങനെയൊക്കെ ആക്കിയത് ആരാണ്? നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉപ്പയുമ്മയാണ്. അതേപോലെ നമുക്ക് വേണ്ട സാധനങ്ങൾ, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നവരാണ് നമ്മുടെ ഉപ്പയുമ്മയാണ്. നമുക്ക് വേണ്ടി പുറത്ത് പോയി പണിയെടുക്കുന്ന ആരാണ്? നമ്മുടെ ഉപ്പയാണ്. നമുക്ക് വേണ്ട ഫുഡ് ഉണ്ടാക്കുന്ന ആരാണ്? നമ്മുടെ ഉമ്മയാണ്. അപ്പോൾ നമ്മളെന്താക്കണം? അവർക്ക് വേണ്ടി നന്മ ചെയ്യണം. കൂടുതൽ നന്മകൾ അവർക്ക് വേണ്ടി ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് എന്ത്? നമ്മൾ അവരെ അനുസരിക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക. അതേപോലെ അവർക്ക് വേണ്ടി നന്മ ചെയ്യുക. അവരുടെ ഇടയിൽ നമുക്ക് അവരോട് തർക്കത്തിനോ ദേഷ്യപ്പെടാതിരിക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അതോടൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹുവിനോട് നന്നായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താണ് പ്രാർത്ഥന? കുറേ പ്രാർത്ഥന. അവരുടെ പാപങ്ങൾ പൊറുക്കാൻ, നമുക്ക് സ്വർഗ്ഗം കിട്ടാൻ കുറേ പ്രാർത്ഥനയുണ്ട്. അങ്ങനെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ് എന്ത്? എല്ലാവർക്കും അറിയില്ലേ? എന്താണ്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അതന്നെ. അപ്പോൾ നമ്മളെന്താക്കണം? നമസ്കാരത്തിന് ശേഷവും മറ്റുള്ള സമയങ്ങളിലെല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ ഓർത്ത് വേണം നമ്മൾ ജീവിക്കാൻ. അങ്ങനെ അവർക്ക് നന്മ ചെയ്യുന്നവരായി നല്ല കുട്ടികളായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൂട്ടുകാരെ,
കേട്ടിടാം നന്മയാം വാക്കുകൾ ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി.